ഹേ ഗായ്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഗായ്സ്, ഇന്നത്തെ വീഡിയോയിൽ എൻ്റെ കൂടെ മാളു ചേരുന്നു. മാളു ഈസ് മൈ വൈഫി. ഓക്കെ ഗായ്സ്, ഇന്ന് നിങ്ങൾ പുറകെ കാണുന്നുണ്ടോ? ഇത് വേറെ ആരുടെ വണ്ടിയുടെ മുന്നേ നമ്മൾ വീഡിയോ എടുക്കുന്നതല്ല, നമ്മുടെ സ്വന്തം വണ്ടിയാണ്, നമ്മുടെ കൂട്ടുകാരൻ്റെ സ്വന്തം വണ്ടി. അപ്പോൾ നമ്മുടെ കൂട്ടുകാരൻ്റെ സ്വന്തം വണ്ടി എന്ന് പറയുമ്പോൾ നമ്മുടെ സ്വന്തം വണ്ടി പോലെ. അപ്പോൾ ഈ വണ്ടി എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ഭയങ്കര അറ്റാച്ച്മെൻ്റ് ഉണ്ട്. പണ്ട് തൊട്ടേ നമ്മുടെ ഫ്രണ്ട് ശ്രീകുട്ടൻ എന്ന് പറഞ്ഞാൽ അവൻ്റെ വണ്ടിയാണിത്. അപ്പോൾ ഇതിലെന്ന് വെച്ചാൽ നമ്മൾ പണ്ട് തൊട്ടേ കുറേ മെമ്മറീസ് ഇത് ഓടിച്ച് നടന്നും അങ്ങനെ പോയി വന്നുള്ള കുറേ മെമ്മറീസ് ഈ വണ്ടിയായിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ഈ വണ്ടി എന്ന് പറയുമ്പോൾ 15 വർഷത്തെ റീടെസ്റ്റ് ഒക്കെ കഴിഞ്ഞിട്ട് നല്ല കിടിലമാക്കി ഇറക്കിയേക്കാണ് ഗൈസ്. ആ ഒരു ലുക്കാണ് നിങ്ങളിവിടെ കാണുന്നത്. വണ്ടിയുടെ നല്ല സ്ലോ മോഷൻ വീഡിയോ ഒക്കെ ഞാൻ ഒന്ന് നോക്കട്ടെ, അത് ഞാൻ ഇത് കഴിഞ്ഞിട്ട് ഇട്ട് കാണിക്കുന്നതാണ്. എന്തോരം സ്ലോ മോഷനായിട്ട് കിടിലായിട്ട് വരുമെന്ന് അറിയത്തില്ല, എന്നാലും ഒന്ന് കണ്ടു നോക്കൂ. ഓക്കെ, അപ്പോൾ വണ്ടി എന്ന് പറയുമ്പോൾ 15 വർഷത്തെ റീടെസ്റ്റിനൊക്കെ ശേഷം വണ്ടി നല്ല പൊള്ളിയായിട്ട് ഇപ്പോൾ ഒരു 2-3 വീക്കിന് മുന്നേ വണ്ടി റെഡിയാക്കി എടുത്തേക്കാണ്. അപ്പോൾ അതിൻ്റെ ഒരു ലുക്കാണ് നിങ്ങൾ കാണുന്നത്. വണ്ടി കിടിലായിട്ടുണ്ട്. നമ്മുടെ ഫ്രണ്ടാണെങ്കിൽ വീഡിയോയിലില്ല, കാരണം അവൻ ഈ വണ്ടിക്ക് വേണ്ടി ദുബായിൽ പോയേക്കാണ്. വണ്ടിയുടെ പണിയെല്ലാം ഏൽപ്പിച്ച്, വണ്ടിക്ക് വേണ്ടിയല്ല, വണ്ടിയുടെ പണിയെല്ലാം ഇവിടെ ഏൽപ്പിച്ച് വണ്ടിയെ പൊന്നുപോലെ നോക്കണേന്ന് അച്ഛനെയൊക്കെ ഏൽപ്പിച്ചിട്ട് അവൻ അങ്ങ് ദുബായിക്ക് പറഞ്ഞു. അതുകൊണ്ട് അവന് വണ്ടി കാണാൻ പോലുള്ള ഒരു ഇതുണ്ടായില്ല. അപ്പോൾ അവൻ്റെ സങ്കടത്തിലൊക്കെ പറഞ്ഞാൽ നീ ചെന്ന് ഒരു വീഡിയോ ഒക്കെ എടുത്ത് എന്ന് പറഞ്ഞു. മലയോ ഗൈസ്, അതുകൊണ്ട് അവിടെ ഒരു മലയൊക്കെ ഉണ്ട്. ഞങ്ങൾ നല്ല പച്ചപ്പും നല്ല മനോഹരമായ ഹരിതാപങ്ങളൊക്കെ നിറഞ്ഞ സ്ഥലത്ത് വന്നിരുന്നാണ് വീഡിയോ എടുക്കുന്നത്. പിന്നെ ഇങ്ങനത്തെ വണ്ടി എടുക്കുമ്പോൾ അങ്ങനെ തന്നെ എടുക്കണ്ട, കാരണം ദിസ് ഈസ് ഓഫ് റോഡ് 4x4. അവൻ പോകത്തില്ല, ബാക്ക് എടുക്ക്. ബാക്കിൽ തെങ്ങുണ്ട്, ഞാൻ പുറത്തിറങ്ങണോ? ഞാൻ നിർത്തില്ലായിരുന്നു ഇങ്ങോട്ട്. അവൻ പോകത്തില്ല, ബാക്ക് എടുക്ക്. മതില് ഗൈസ്, ഇതാണ് വണ്ടിയുടെ അടിമുടിയുള്ള രൂപം. മാളു ദേണ്ട് ഇവിടെ നിൽപ്പുണ്ട് ഗൈസ്. മാളു ഞാൻ ഓടിക്കുന്നുണ്ട്, പേടിച്ചിരിക്കുകയാണ്. റഫ് ആൻഡ് ടഫ് വണ്ടി ഓടിക്കുന്ന ആദ്യമായിട്ടാണ് മാളു എൻ്റെ കൂടെ ഇരിക്കുന്നത്. അതിൻ്റെ പേടിയിലാണ് ഗൈസ്. അപ്പം നമ്മുടെ വണ്ടിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ വണ്ടി ഫുള്ള് ഇപ്പം 15 വർഷം കഴിഞ്ഞപ്പോഴത്തേക്ക് റീടെസ്റ്റ് ചെയ്തു. കാരണം ഇത് 2010 മോഡൽ മഹീന്ദ്ര മേജർ CL 550 MDI ടർബോ. അപ്പോൾ വണ്ടി ഇത് എന്തൊക്കെ ചെയ്തെന്ന് വെച്ചാൽ ഇതിൻ്റെ ഹാഫ് ബോഡി മൊത്തത്തിൽ മാറ്റിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനത്തെ ഒരു വ്യൂവിലാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. പിന്നെ പെയിൻറ്റ് ഫുള്ള് ചേഞ്ച് ചെയ്തു. നേരത്തെ ഫോട്ടോ ഞാനിപ്പോൾ ഇവിടെ കാണിച്ചു തരാം. ബിഫോർ ആഫ്റ്റർ നിങ്ങൾക്കൊരു ഐഡിയ കിട്ടും വണ്ടി എങ്ങനെ ഇരുന്നു ഇപ്പോൾ എങ്ങനെയാണെന്നുള്ളത്. അങ്ങനെ നമ്മൾ ഫുള്ള് വണ്ടിയുടെ ഹാഫ് ബോഡി മൊത്തം ചേഞ്ച് ചെയ്തു. പിന്നെ പെയിൻറ്റ് മാറ്റി. പെയിൻറ്റ് ഒരു വൈറ്റ് പോലത്തെ ഒരു പെയിൻ്റ് ആയിരുന്നു. ഇപ്പോൾ ഈ ഡാർക്ക് ടോണിലോട്ട് പിടിച്ചു. അതായിരുന്നു അവൻ്റെ ഒരു ആഗ്രഹം, വണ്ടി ഒരു ഡാർക്ക് ടോണിലിരിക്കണം മൊത്തം. ഇൻറ്റീരിയർ ആണെങ്കിൽ നിങ്ങൾക്ക് കാണാം ഫുള്ള് ഒരു ഡാർക്ക് ടോണിലാണ് ഗൈസ് വണ്ടി പോകുന്നത്. അതിൻ്റേതായിട്ടുള്ളൊരു ഭംഗിയുണ്ട് വണ്ടിക്ക്. അപ്പോൾ ഫുള്ള് വണ്ടിയുടെ സീറ്റെല്ലാം നിങ്ങൾക്ക് കാണാൻ നല്ല റീസ്റ്റോർ ചെയ്ത് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ ഈ ലൈറ്റും കാര്യങ്ങളും എല്ലാം വണ്ടിയുടെ മൊത്തത്തിലുള്ള ഹെഡ്ലൈറ്റ് അടക്കം ഇൻഡിക്കേറ്റർ അടക്കം എല്ലാം നല്ല പുത്തൻ സാധനങ്ങളൊക്കെ വെച്ച് എല്ലാം നല്ല അടിപൊളിയാക്കണം. പിന്നെ നമ്മൾ ഒരുപാട് മോഡേൺ പിടിക്കാതെ കുറച്ച് ക്ലാസി സാധനമൊക്കെ വെച്ച് പഴയ ഒരു ഫീൽ തന്നെ വേണം എന്നുള്ള രീതിയിൽ ഒരുപാട് പുതിയ LED സംഭവങ്ങളൊക്കെ വെച്ച് ആക്കാതെ ആ ഒരു പഴയ ക്ലാസിക് ഫീൽ കിട്ടാൻ വേണ്ടി അത് തന്നെ വെച്ചാണ് സെറ്റ് ചെയ്തേക്കുന്നത്. അത് അവൻ്റെ ഒരു റിക്വയർമെൻറ്റ് അവൻ പറഞ്ഞ് അങ്ങനെ തന്നെ ചെയ്യിപ്പിച്ചതാണ്. പിന്നെ പറയുകയാണെങ്കിൽ ഈ ടാർപ്പ് കണ്ടില്ലേ ഈ മേളത്തെ, ഇതെന്ന് വെച്ചാൽ നമുക്ക് ഫുള്ള് ഊരി മാറ്റാനും മടക്കാനും ഒക്കെ പറ്റുന്ന സെറ്റപ്പാണ്. ഇതെന്ന് പറയുന്നത് എന്ത് ചെയ്തെന്ന് വെച്ചാൽ ഇത് ഊരി മാറ്റാൻ പറ്റത്തില്ല, ബാക്കിൽ മടക്കാവുന്നേ ഉള്ളൂ. അപ്പം ഈ ടാർപ്പാന്ന് പറയുന്നത് നമ്മൾ താറിലൊക്കെ വരുന്ന ആ ഒരു മെറ്റീരിയലാണ് വെച്ചേക്കുന്നത്. കുറച്ചുകൂടെ ക്വാളിറ്റിക്ക് വേണ്ടിയിട്ട് ആ ഒരു മെറ്റീരിയൽ വെച്ചിട്ടാണ് ഈ മണ്ടയെല്ലാം റെഡിയാക്കി വെച്ചേക്കുന്നത്. പിന്നെ ബാക്ക് ഞാൻ കാണിച്ചു തരാം. ഇവിടെ കണ്ട ഒരു ഗ്രിൽ സെറ്റപ്പ് പോലത്തെയൊക്കെ ടാർപ്പയാണ്. ഇവിടെ ആണെങ്കിലും നമുക്കിത് ഫുള്ള് മടക്കിയൊക്കെ വെക്കാം. ഇത് ഉപയോഗിക്കുന്നവർക്ക് അറിയായിരിക്കും ഇത്, പക്ഷേ ഇത് അങ്ങനെ ഒരു രസമാണ്, നല്ല രസം. നമുക്ക് ഫുള്ള് ഇങ്ങനെ ബാക്കൊക്കെ തുറന്നിട്ട് പോകുമ്പോൾ ഒരു അടിപൊളി ഭംഗിയാണ് ഗൈസ്. പിന്നെ ഫുള്ള് മെക്കാനിക്കൽ വർക്കുകളെല്ലാം ചെയ്ത് വണ്ടി ഫുള്ള് കണ്ടീഷനാക്കി എടുത്തേക്കാണ്. എഞ്ചിൻ സൈഡ് നോക്കുവാണെങ്കിൽ അങ്ങനെ മൊത്തത്തിൽ വണ്ടി ഒരു കിടിലം പൊളി സാധനമാക്കി മാറ്റിയിരിക്കുന്നു ഗൈസ്.
ഗായ്സ്, അപ്പോൾ നിങ്ങൾ കാണുന്നുണ്ടോ, ഞാൻ വണ്ടി ഓടിച്ചൊക്കെ നോക്കുകയാണ്. മൊത്തം കിടിലമായിട്ടാണ്. നല്ല വണ്ടി, നല്ല സ്മൂത്തായിട്ട് പോകാമെന്നൊന്നും ഞാൻ പറയത്തില്ല. പക്ഷെ വണ്ടി അടിപൊളിയാണ് ഗൈസ്. ഈ വണ്ടി സ്മൂത്തായിട്ട് ഓടിക്കാൻ പറ്റുന്ന ആരും പറയുന്നത്. പക്ഷേ ഇത് പൊളി ബൈ. ഞാൻ ഒരു ചെറിയ കുഞ്ഞ് ഇളകി പറഞ്ഞ നമ്മുടെ നാടിൻ്റെ ഓഫ് റോഡിലൂടെയാണ് ഞാൻ പോകുന്നത്. ആളൊന്ന് കാണിച്ചു കൊടുത്ത വഴിയൊക്കെ മാക്സിമം ചെളിയൊക്കെ ആക്കാതെ പോവാം, അല്ലെങ്കിൽ അവ എന്നെ കൊല്ലും. വൈഡല്ലേ ഇട്ടേക്കുന്നത്. ഇത് ഇത്ര താഴത്തുള്ളൂ. വീഡിയോ എടുക്കാണോ? ഗായ്സ്, നിങ്ങളിത് കാണുന്നുണ്ടോ? ഞങ്ങൾ രണ്ടുപേരും കൂടെ പോവാണ്. മാള് എന്റെ കൂടെ ഉണ്ടല്ലോ, എന്റെ കുഞ്ഞു ക്യൂട്ട് മാളു. വണ്ടി കറക്റ്റ് പിടിക്കുന്നു. ഒന്നും പിടിക്കണം. നമ്മുടെ ചെക്കനാ പൊത്തൻ ചപ്പട ചിക്കിടി ചക്കട ചടച്ചായി. ഇതാണ് ഗായ്സ്, കല്യാണം കഴിഞ്ഞാൽ ഭാര്യ നമ്മളോട് എപ്പോഴും കാണും നമ്മളെ കൊണ്ട് ഹോൺ അടിപ്പിക്കാൻ. പോകുന്ന വഴിയിലെല്ലാം ഹോൺ അടിപ്പിച്ച് പോകും. നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഹോണല്ല കേട്ടോ, വണ്ടിയുടെ ഹോൺ. നമ്മളൊരു മല ഇറങ്ങുകയാണ്. ഇത് കുറച്ച് താഴത്തില്ലേ വൈപ്പർ. നമ്മളൊരു ജംഗ്ഷനിൽ എത്തിയിരിക്കുന്നു. ഇവിടെ എന്തോ പ്രസന്റ് പരിപാടിയാണെന്ന് തോന്നുന്നു. ഗായ്സ്, അങ്ങനെ നമ്മുടെ വീഡിയോ ഒക്കെ എല്ലാവരും കണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും വീഡിയോ ഒക്കെ കാണുക. നമ്മൾ ഇനി സ്ഥിരമായിട്ട് വ്ളോഗൊക്കെ ഇടുന്നതാണ്. എല്ലാവരും വീഡിയോസൊക്കെ കണ്ട് മാക്സിമം സപ്പോർട്ടൊക്കെ ചെയ്യണം ഗായ്സ്. വണ്ടിയുടെ ലുക്കും കാര്യങ്ങളെക്കുറിച്ചൊക്കെ നിങ്ങൾ കമൻറ്റ് ഇടൂ. എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത്? മോഡിഫിക്കേഷനൊക്കെ ഇഷ്ടപ്പെട്ടോ? പഴയ ഫോട്ടോയും പുതിയ ഫോട്ടോ ഒക്കെ കാണുമ്പം എന്ത് തോന്നുന്നുള്ളതൊക്കെ നിങ്ങളൊന്ന് കമൻറ്റ് ഇട്ട് അറിയിക്കൂ ഗായ്സ്. അപ്പം നമ്മൾ പോവാണ്. ബൈ ബൈ. പുതിയൊരു വീഡിയോ ആയിട്ട് ഉടനെ കാണുന്നവരേക്കും ബൈ ബൈ. അപ്പോൾ എല്ലാവരും ലൈക്കും സപ്പോർട്ടും ഒക്കെ ചെയ്തിട്ട് സബ്സ്ക്രൈബൊക്കെ ചെയ്യുമ്പോൾ ബെല്ലൊക്കെ നമുക്ക് എല്ലാവർക്കും ഒരു സപ്പോർട്ടൊക്കെ ആയിരിക്കും. അപ്പം ശരി, പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ ബൈ.